ഹലോ ഗൈസ്, എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ റെഡ്മി നോട്ട് 15 Pro Plus കുറിച്ചാണ്. അതായത് നമ്മൾ ഓൾറെഡി റെഡ്മി നോട്ട് 14 Pro Plus വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല മികച്ച അഭിപ്രായങ്ങളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് 3000 മേലെ വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് മാത്രമായിട്ട്. അപ്പോൾ ഒരു വർഷം ആവാറായിട്ടുണ്ട്. അപ്പോൾ റെഡ്മി 15 Pro Plus ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ലീക്സ് റൂമേഴ്സ് കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 15 Pro Plus കോമ്പറ്റീറ്റർ, അതായത് റിയൽമി 15 Pro, അത് ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ സസാമൊക്കെ അതിനെ പറ്റി ഒരു റിയാക്ഷൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വിചാരിച്ച പോലെ മികച്ച അഭിപ്രായമൊന്നും പറയാനില്ല. സാധാരണ ഒരു ഫോൺ അത്രമാത്രം റിയൽമി 15 പ്രോനെ കുറിച്ച് പറയാനുള്ളതാണ് ഷസാം പറഞ്ഞത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് റിയൽമിയുടെ ടീം ഷസാമിനെ കോൾ ചെയ്യുകയും അതുപോലെ തന്നെ ഇത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഫോൺ ഇറക്കിയേക്കുന്നതെന്നും മാത്രമല്ല ഫ്രണ്ടിലും ബാക്കിലും 4K റെക്കോർഡിങ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും പറഞ്ഞവർ ഷസാമിനെ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷസാം അതും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് കോമ്പറ്റീറ്ററായിട്ട് വരുന്ന ഒരു ഫോണാണ് റെഡ്മി നോട്ട് 15 Pro Plus എന്ന് പറഞ്ഞ ഈ ഫോൺ. ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഡിസൈൻ തന്നെയാണ് ഇതിന് വന്നേക്കുന്നത്. റെഡ്മി നോട്ട് 14 Pro Plus ഡിസൈൻ തന്നെയാണ് ഈ ഫോണിനും അവർ കൊണ്ടുവന്നേക്കുന്നത്. ഇതിൽ 7000 ബാറ്ററി അവർ കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പത്തെ വേരിയൻറ്റിൽ അവർ 6400 സംതിങ് mAh ബാറ്ററി ആയിരുന്നു കൊണ്ടുവരുന്നത്. പക്ഷെ എന്നാലും വലിപ്പ വ്യത്യാസം മീൻസ് അതിന് വെയിറ്റ് കൂടുകയോ തിക്നെസ് കൂടുകയൊന്നും ചെയ്തിട്ടില്ല. സെയിം വെയിറ്റിലാണ് ഇതും വരുന്നത്. മാത്രമല്ല 90 വാട്ട്സിന് ഫാസ്റ്റ് ചാർജിങ് കൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ 21 മിനിറ്റ് കൊണ്ട് 50%, 52 മിനിറ്റ് കൊണ്ട് 100% ആവാനായിട്ട് ഈ ഫോണിനെ കൊണ്ട് പറ്റും. ഈ ഫോണിന് NFC-യും IR ബ്ലാസ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഫോൺ IP69K റേറ്റിംഗ് ആണ്. റെഡ്മി നോട്ട് 14 Pro Plusൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 ആയിരുന്നു. പക്ഷേ റെഡ്മി നോട്ട് 15 Pro Plus സ്നാപ്ഡ്രാഗൺ 7S Gen 4 ആണ്. മാറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ക്ലോക്കേഴ്സ് മാത്രം ചെറിയതായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. ബാക്കി അതിലൊന്നും വ്യത്യാസമില്ല. സെയിം സംഭവം തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. ഇനി ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1.5K ഡിസ്പ്ലേഷനാണ് ഈ ഡിസ്പ്ലേക്ക് ഒരു കരുത്ത് വരുന്നത്. ഇത് കർവ്ഡ് ഡിസ്പ്ലേ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർവ്ഡ് അല്ല, 2.5D അല്ലെങ്കിൽ 3D കർവ്ഡാണ് ഈ കർവ്ഡ് ഡിസ്പ്ലേയുടെ ഒരു കൊണ്ടുവന്നേക്കുന്നത്. മാത്രമല്ല ഇവരുടെ ഫ്രണ്ട് ഗ്ലാസിന് പ്രൊട്ടക്ഷൻ തരുന്നത് കോർണിംഗ് ഒരു ഗ്ലാസ് വിക്ടേഴ്സോ അല്ലെങ്കിൽ വേറെ ഇതൊന്നല്ല, ഷവോമിയുടെ സ്വന്തം ഡ്രാഗൺ ഗ്ലാസ് ആണ് ഇവർ സ്ക്രീന് പ്രൊട്ടക്ഷൻ തരുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ 4K റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ന്യൂനതയാണ്. മാത്രമല്ല ഫുൾ എച്ച് ഡി മാത്രം ഫ്രണ്ട് ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യമുണ്ട്, 400% വരെ വോളിയം കൂട്ടാൻ പറ്റും. അതായത് ഇപ്പോൾ 100% വരെ എല്ലാ ഫോണിലും കൂട്ടാൻ പറ്റും. റിയൽമിയുടെ ഫോണിലൊക്കെ 200% കൂട്ടാൻ പറ്റും. പക്ഷേ ഇതിൽ 400% വരെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നല്ല ലൗഡായിട്ടുള്ള വോയിസ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ 400ലേക്ക് എത്തിയാലും നിങ്ങൾക്ക് ആ മീൻസ് 4 മടങ്ങ് ഇരട്ടി ഇതുണ്ടാവില്ല, ഒരു ലൗഡ്നെസ് കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾ ക്ലാരിറ്റി അത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ക്ലാരിറ്റി അത്രയ്ക്ക് ഉണ്ടാവില്ല. സൗണ്ടെല്ലാം നല്ല സൗണ്ട് ഉണ്ടായിരിക്കും, നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് ആയിരിക്കും. 100% എടുക്കുകയാണെന്ന് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 400% നിങ്ങൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ചിലപ്പോൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം പ്രൈസാണ്. അതായത് റെഡ്മി നോട്ട് 14 Pro Plus എത്ര റേറ്റിനാണ് ഇറക്കിയേക്കുന്നത്, സെയിം റേറ്റിനാണ് അവരിവിടെ ചൈനയിൽ ലോഞ്ച് ചെയ്തേക്കുന്നത്. ഇന്ത്യയിൽ വരുമ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും അറിയില്ല. ഏകദേശം നമുക്ക് വിചാരിക്കാം ഒരു 32 തൊട്ട് 35 കിട്ടുമെന്ന് വിചാരിക്കാം. നോക്കി നോക്കാം. ഓഫറും കാര്യങ്ങളും വരട്ടെ, നമുക്ക് അതിനോടനുസരിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് എന്താ അഭിപ്രായമുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തി നോക്കൂ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.